വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് ശബ്ദവും പ്രകാശവും എന്ന് പറയുന്ന ഫിസിക്സിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് മാത്രം വന്നിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ശബ്ദവും പ്രകാശവും എന്ന് പറയുന്ന ഭാഗം നമുക്കൊരു റിവിഷൻ കൂടിയായി അല്ലേ. അപ്പൊ ശബ്ദവും പ്രകാശവും എന്ന് പറയുന്ന ഭാഗത്തില് പ്രീവിയസ് ഇയറിൽ പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഏതു പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? അപ്പൊ ശൂന്യാകാശത്ത് എന്തില്ല? ശബ്ദമില്ല. ശൂന്യാകാശത്ത് ശബ്ദം ഇല്ല, ശബ്ദം കേൾക്കില്ല. എന്താണ് കാരണം? ശൂന്യാകാശത്ത് എന്തില്ല? വായു ഇല്ല. അപ്പൊ വായുവിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാത്തത്. ക്ലിയർ ആയോ മക്കളെ? വായുവിന്റെ അഭാവം മൂലം ശൂന്യാകാശത്ത്. അപ്പൊ ചോദിച്ചിട്ടുണ്ട്, ജലത്തിന്റെ അഭാവമാണോ, മണ്ണിന്റെ അഭാവമാണോ, വായുവിന്റെ അഭാവമാണോ, താപത്തിന്റെ അഭാവമാണോ? അപ്പൊ ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലം ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ പറ്റാത്തത്? വായുവിന്റെ അഭാവം മൂലം. അടുത്ത ചോദ്യം ഇതാണ്: ശബ്ദത്തിന് എന്താണ് യൂണിറ്റ്? ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ ആണ്. അല്ല, ഡെസിബൽ, DB അല്ലെ. ഡെസിബൽ ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ അഥവാ DB ആണ്. ശബ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ് ശബ്ദത്തിന്റെ യൂണിറ്റ്. അടുത്ത ചോദ്യം എന്താ? ചുവന്ന വെളിച്ചത്തിൽ, അതായത് ചുവന്ന ലൈറ്റില് പച്ച നിറത്തിലുള്ള ഇല ഏതു നിറത്തിലായിരിക്കും കാണപ്പെടുക? ചുവന്ന കളറിലുള്ള ലൈറ്റ്, പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിൽ കാണും? കറുത്ത നിറത്തിൽ കാണും. ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല കാണുന്നത് കറുത്ത നിറത്തിലാണ്. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ ഒരു ചുവന്ന വസ്തുവിനെ, ഇതൊക്കെ കമ്പനി ബോർഡ് LGSന്റെ ചോദ്യ. ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസിലൂടെ നോക്കിയാൽ ഏതു നിറത്തിൽ കാണും ആ വസ്തു? അതും കറുത്ത നിറത്തിൽ തന്നെ കാണപ്പെടും. ഏത് നിറത്തിൽ? കറുത്ത നിറത്തിൽ. അടുത്തത്, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. നീല, അതുപോലെ തന്നെ ചുവപ്പ്, നീല, ചുവപ്പ്, പച്ച, അതുപോലെ മഞ്ഞ. നീല, ചുവപ്പ്, പച്ച, മഞ്ഞ. റെഡ്, ഗ്രീന്, ബ്ലൂ പ്രാഥമിക വർണ്ണങ്ങൾ. അപ്പൊ ഇതിൽ പെടാത്തത് ആരാ മക്കളെ? മഞ്ഞയല്ലേ. പെടാത്തത് മഞ്ഞയാണ്. പ്രാഥമിക വർണ്ണങ്ങളായ റെഡും അതുപോലെ തന്നെ ഗ്രീനും ചേർന്നാൽ എന്ത് നിറം കിട്ടുന്നു? പ്രാഥമിക വർണ്ണങ്ങളായ റെഡും ഗ്രീനും ചേർന്നാൽ കിട്ടുന്ന നിറം എന്താണ്? മഞ്ഞയാണ്. യെല്ലോ പ്രാഥമിക നിറങ്ങളായ റെഡും ഗ്രീനും ചേർന്നാൽ ഏത് നിറം കിട്ടും? നമുക്ക് മഞ്ഞ നിറമാണ് കിട്ടുന്നത്. അടുത്തത്, 20,000 ഹെർട്സിലും കൂടിയ ആവൃത്തിയുള്ള ശബ്ദം, 20,000 ഹെർട്സിലും കൂടിയ ആവൃത്തിയുള്ള ശബ്ദത്തെ എന്ത് വിളിക്കുന്നു? അൾട്രാസോണിക് ശബ്ദം. 20,000 ഹെർട്സിലും ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദത്തെ നമ്മൾ അൾട്രാസോണിക് ശബ്ദം എന്ന് വിളിക്കുന്നു. 20,000 ഹെർട്സിലും കൂടിയ ആവൃത്തിയുള്ള ശബ്ദം എന്താണ്? അൾട്രാസോണിക് ശബ്ദമാണ്. അടുത്ത ചോദ്യം, സാധാരണ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന സാധാരണ ഒരു മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. സാധാരണ ഒരു മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. അടുത്തത്, വിസരണം കൂടിയ നിറം ഏതാണ്? വിസരണം കൂടിയ നിറം ഏതാണ്? വയലറ്റ് ആണ്. വിസരണം കൂടിയ നിറം ഏതാണ്? വയലറ്റ് ആണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസമാണ് വിസരണം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം വിസരണം.
ഇനി താഴെ പറയുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം സഞ്ചരിക്കാത്തത്? ശബ്ദം സഞ്ചരിക്കാത്ത മാധ്യമം ഏതാണ്? ഓപ്ഷൻ തന്നിരിക്കുന്നു: ഖരം, ദ്രാവകം, വാതകം, ശൂന്യത. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കില്ല. ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കില്ല. ഇനി അടുത്തത്, ശബ്ദത്തിന് വേഗത. ശബ്ദത്തിന് വേഗത ഏറ്റവും കൂടുതൽ ഏത് മാധ്യമത്തിലൂടെയാണ്? ഖരമാണോ, ദ്രാവകമാണോ, വാതകമാണോ, ശൂന്യതയാണോ? ഖരം ആണ് കേട്ടോ. അപ്പൊ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ള മാധ്യമം ഏതാണ്? ഖരമാണ്. അടുത്തത്, പ്രകാശത്തിന്റെ ഏതു നിറത്തിനാണ്? പ്രകാശത്തിന്റെ ഏത് നിറത്തിനാണ്? ഏത് നിറത്തിനാണ് കൂടുതൽ തരംഗദൈർഘ്യം? പ്രകാശത്തിന്റെ ഏത് നിറത്തിനാണ് കൂടുതൽ തരംഗദൈർഘ്യം? റെഡ്. പ്രകാശത്തിന്റെ ഏത് നിറത്തിനാ കൂടുതൽ തരംഗദൈർഘ്യം? റെഡിനാണ്. ഇനി അടുത്തത്, ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവിനെ എന്ത് വിളിക്കുന്നു? ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് അതിന്റെ ഉച്ചത. ഏതാണ്? ഉച്ചത. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവ് ഉച്ചത. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവിനെ എന്ത് വിളിക്കുന്നു? ഉച്ചത എന്ന് വിളിക്കണം ട്ടോ. അടുത്തത്, ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതാണ്? ഉച്ചത അളക്കാനുള്ള ഉപകരണത്തിന്റെ പേര് ഡെസിബൽ മീറ്റർ എന്നാണ്. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണത്തിന്റെ പേര് ഡെസിബൽ മീറ്റർ എന്നാണ്. അടുത്തത്, ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. ഇനി ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം എന്താണ്? പൂർണ്ണ ആന്തര പ്രതിപതനം. പൂർണ്ണ ആന്തര പ്രതിപതനം. ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിപതനം. ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം പൂർണ്ണ ആന്തര പ്രതിപതനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമെന്ത്? എന്താണ്? ആന്തരിക പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ആന്തരിക പ്രതിഫലനമാണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ആന്തരിക പ്രതിഫലനം. അടുത്തത്, ജലം നിറച്ച ഒരു ഗ്ലാസിൽ അടിയിൽ വെച്ചിരിക്കുന്ന ഒരു നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണം എന്താണ്? അപവർത്തനം. ജലം നിറച്ച ഗ്ലാസിൽ അടിയിൽ കിടക്കുന്ന ഒരു നാണയം അല്പം ഉയർന്നിരിക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനം. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം അപവർത്തനം. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം അപവർത്തനം. പ്രകാശത്തിന്റെ പ്രകീർണനം അപവർത്തനം. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്? പ്രതിധ്വനി കേൾക്കാൻ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം
17 മീറ്ററിൽ കൂടുതലാണ്. പ്രതിധ്വനി കേൾക്കണമെങ്കിൽ മിനിമം 17 മീറ്ററിൽ കൂടുതൽ അകലം ഉണ്ടായിരിക്കണം. അടുത്തത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത്. ജനൽ കമ്പികൾ വിറയ്ക്കുന്നു അല്ലെ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എന്താണ്? ജനൽ കമ്പികൾ വിറയ്ക്കുന്നു. ജനൽ കമ്പികൾ വിറയ്ക്കുന്നതിന്റെ കാരണം ഏത് പ്രതിഭാസമാണ്? അനുനാദം എന്ന പ്രതിഭാസമാണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നതിന്റെ കാരണം അനുനാദം എന്ന പ്രതിഭാസമാണ്. മഞ്ഞ പൂവ്, മഞ്ഞ നിറത്തിലുള്ള പൂവ്, മഞ്ഞ പൂവ് ചുവന്ന പ്രകാശത്തിൽ, മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏതു നിറത്തിൽ കാണുന്നു? ചുവന്ന നിറത്തിൽ. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏതു നിറത്തിൽ കാണുന്നു? ചുവന്ന നിറത്തിൽ. ഇനി അടുത്തത് സമന്വിത പ്രകാശം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസത്തിന് എന്ത് വിളിക്കുന്നു? പ്രകീർണനം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. അന്തരീക്ഷത്തിൽ മഴവില്ല് ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസം പ്രകീർണനം. രണ്ടും ഒന്ന് തന്നെ. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി തീരാൻ കാരണമായ പ്രതിഭാസം പ്രകീർണനം. മഴവില്ല് ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസം പ്രകീർണനം തന്നെ അല്ലെ. ഇനി അടുത്തത് നമ്മളോട് വീണ്ടും ചോദിക്കുകയാണ്, സൂര്യപ്രകാശം. ഒക്കെ ഉത്തരം തന്നെ. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം, അതന്നെയല്ലേ മഴവില്ല്? 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? പ്രകീർണനം എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അടുത്തത് നോക്കൂ. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? പ്രകാശ വേഗത ചോദിച്ചേക്കണു. 160 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണോ? 30 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണോ? 30,000 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണോ? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണോ? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ പ്രകാശത്തിന്റെ വേഗത 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇനി അപ്പോ അടുത്ത ചോദ്യം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ, പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും? ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, ശൂന്യതയിലൂടെ പ്രകാശത്തിന്റെ വേഗത. അത് ഇങ്ങനെ 3 ലക്ഷം ഇങ്ങനെയല്ല കൊടുത്തിരിക്കണേ. എന്താ കൊടുത്തേക്കണേ? 3 × 10⁵ 10⁵5 എന്നും പറയാം കിലോമീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയോ? 3 × 10⁵5 കിലോമീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്തത് പ്രകാശത്തിന്റെ വേഗത. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് ആരാണ്? റോമർ ആണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമർ. എന്താണ്? റോമർ. അടുത്തത് പാർസെക്ക് എന്നത് എത്ര പ്രകാശവർഷമാണ്? പാർസെക്ക് എന്നത് എത്ര പ്രകാശവർഷമാണ്? പാർസെക്ക് എന്നത് 3.26 പ്രകാശവർഷമാണ്. ഒരു പാർസെക്ക് എന്നത് 3.26 പ്രകാശവർഷമാണ്. ദൃശ്യപ്രകാശം സഞ്ചരിക്കുന്നത്. അടുത്തത് ദൃശ്യപ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തരത്തിലുള്ള തരംഗങ്ങളായിട്ടാണ്? ദൃശ്യപ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളായി സഞ്ചരിക്കുന്നു. ദൃശ്യപ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്. ദൃശ്യപ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളായി സഞ്ചരിക്കുന്നു. ഇനി അടുത്തത്, സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എത്ര? സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
അർബുദ ചികിത്സയ്ക്ക്, അതായത് ക്യാൻസർ ചികിത്സയ്ക്ക് നമ്മൾ ഏത് വികിരണം ഉപയോഗിക്കുന്നു? ഗാമ കിരണം. അർബുദ ചികിത്സയ്ക്ക് എന്തുപയോഗിക്കുന്നു? ഗാമ കിരണം ഉപയോഗിക്കുന്നു. കള്ളനോട്ട് തിരിച്ചറിയാൻ എന്തുപയോഗിക്കുന്നു? അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു. കള്ളനോട്ട് തിരിച്ചറിയാൻ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയില്ലേ? സൂര്യപ്രകാശത്തിലെ ഏത് കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്? സോളാർ കുക്കർ ചൂടാക്കാൻ സഹായിക്കുന്നത് സൂര്യപ്രകാശത്തിലെ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. സൂര്യപ്രകാശത്തിലെ ഇൻഫ്രാറെഡ് കിരണങ്ങൾ സോളാർ കുക്കർ ചൂടാക്കാൻ സഹായിക്കുന്നു. അടുത്തത്, രാത്രികാലങ്ങളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ ഉപയോഗിക്കുന്ന പ്രത്യേക സൈനികരുടെ കണ്ണടകളിൽ ഏത് കിരണങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. രാത്രികാലങ്ങളിൽ സൈനികര് ശത്രുക്കളുടെ നീക്കമറിയാൻ ഉപയോഗിക്കുന്ന കണ്ണടകളിൽ ഏത് കിരണങ്ങൾ ഉപയോഗിക്കുന്നു? ഇൻഫ്രാറെഡ്. അടുത്തത്, മനുഷ്യന്റെ ശ്രവണ പരിധിക്ക് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം. അടുത്തത്, സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? 500 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡ് വേണം. അടുത്തത്, വജ്രത്തിന് എന്താണ് നിറം? നിറമില്ല. വജ്രത്തിന് എന്താ നിറം? നിറമില്ല കേട്ടോ വജ്രത്തിന്. അടുത്തത്, സോപ്പ് കുമിളയിൽ കാണുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഇന്റർഫെറൻസ്. സോപ്പ് കുമിളയിലെ പല കളർ ഇങ്ങനെ കാണാം അല്ലേ? അതിന്റെ കാരണമാണ് നമ്മൾ പറയണേ ഇന്റർഫെറൻസ് ആണ്. ഇനി അടുത്തത്, ദൃശ്യപ്രകാശത്തിലെ എല്ലാ വർണ്ണരശ്മികളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഏത് നിറത്തിൽ കാണും? എല്ലാ കിരണങ്ങളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം കറുത്ത നിറത്തിൽ കാണുന്നു. ഏത് നിറത്തിൽ കാണും? കറുത്ത നിറത്തിലാണ് കാണുക. അടുത്തത്, ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവിന്റെ പേര് മാക്സ് പ്ലാങ്ക് എന്നാണ്. ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. അടുത്ത ചോദ്യം, ജലത്തിനടിയിൽ ശബ്ദമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ്? ഹൈഡ്രോഫോൺ എന്നാണ്. ജലത്തിന്റെ അടിയിൽ ശബ്ദമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ഹൈഡ്രോഫോൺ ആണ്. അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവി ഏതാണ്? വവ്വാല്. അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവി ഏതാ? വവ്വാല്. അതുപോലെ തന്നെ പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന ജീവിയും വവ്വാലാണ്. പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന ജീവിയും വവ്വാലാണ്. ഇനി സൂര്യന്റെ പ്രകാശത്തില് എത്ര വർണ്ണങ്ങളുണ്ട്? 7 വർണ്ണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ആ 7 വർണ്ണങ്ങളുണ്ട് ആരാ കണ്ടുപിടിച്ചേ? ഐസക് ന്യൂട്ടനാണ് സൂര്യപ്രകാശത്തിൽ 7 വർണ്ണങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത്.
അടുത്തത് ശബ്ദമലിനീകരണം അളക്കാൻ. ശബ്ദമലിനീകരണം അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡെസിബെല്ലിലാണ്. ശബ്ദമലിനീകരണം അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡെസിബെല്ലിലാണ്. ശബ്ദം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം. ശബ്ദം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഇരുമ്പാണോ, ശൂന്യതയാണോ, ജലമാണോ, വായുവാണോ എന്നാ ചോദ്യം. ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഇരുമ്പ്. എന്താണ്? ഇരുമ്പ്. അടുത്തത് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ നേരത്തെ നമ്മൾ പറഞ്ഞു 500 സെക്കൻഡ് ആണ്. ഇവിടെ സെക്കൻഡ് കണക്ക് തന്നിട്ടില്ല, ഇവിടെ മിനിറ്റ് കണക്കാ തന്നേക്കണേ. അപ്പൊ എത്രയാണ്? ഏകദേശം 8 മിനിറ്റ്. ഏകദേശം 8 മിനിറ്റ് വേണം സൂര്യപ്രകാശം എവിടെ എത്താൻ? ഭൂമിയിലെത്താൻ. അടുത്തത് മനുഷ്യർക്ക് സഹനീയമായ ഉയർന്ന ശബ്ദപരിധി. മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്ന സഹനീയമായ ഉയർന്ന ഏറ്റവും കൂടിയ ശബ്ദപരിധി ഏതാണ്? 125 dB ആണ്. 125 ഡെസിബലാണ്. ഇനി പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണം ഏതൊക്കെയാണ്? റെഡ്, ഗ്രീന്, ബ്ലൂ. ഇത് കൂടി ചേരുമ്പോൾ ഏത് കളർ ഉണ്ടാകുന്നു? വെള്ള കളർ ഉണ്ടാകുന്നു. പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന നിറം വെള്ള. പച്ചയും അതുപോലെ തന്നെ ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന നിറം മഞ്ഞ. പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന നിറം മഞ്ഞ. ഏതാണ്? പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന നിറം മഞ്ഞയാണ്. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ്. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏത് ദർപ്പണമാണ്? കോൺകേവ് ദർപ്പണമാണ്. 6 അടി ഉയരമുള്ള ഒരാളുടെ മുഴുവൻ പ്രതിച്ഛായയും ലഭിക്കുന്നതിന് ആവശ്യമായ കണ്ണാടിയുടെ നീളം എന്ത്? ഒരാളുടെ ഉയരം 6 അടി. അയാളെ മുഴുവൻ കാണാൻ എന്താണ് പറഞ്ഞേ? ഈ ആവശ്യമായ കണ്ണാടിക്ക് എത്ര നീളം വേണം എന്നാ ചോദിക്കണേ. എത്ര തന്നെ മതി? 6 അടി തന്നെ മതി ട്ടോ. ഇനി പ്രകാശവർഷം. അടുത്തത് പ്രകാശവർഷം തന്നേക്കാണ്. ഈ പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ്? ദൂരത്തിന്റെ. പ്രകാശവർഷം എന്തിന്റെ ഏകക? ദൂരത്തിന്റെ ഏകകം. ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ എന്ത് വിളിക്കുന്നു? എന്താ വിളിക്കുക മക്കളെ? പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ നമ്മൾ എന്ത് വിളിക്കും? പ്രകാശവർഷം എന്ന് വിളിക്കും. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ നമ്മൾ ഏത് ലെൻസ് ഉപയോഗിക്കുന്നു? സിലിണ്ട്രിക്കൽ ലെൻസ്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഏത് ലെൻസ് ഉപയോഗിക്കും? സിലിണ്ട്രിക്കൽ ലെൻസ്. ക്ലിയർ ആയില്ലേ? CV രാമന് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത കണ്ടുപിടുത്തം ഏതാണ്? പ്രകാശം, ശബ്ദം, വൈദ്യുതി, അണുശക്തി. എന്താണ്? പ്രകാശം. CV രാമൻ നോബൽ പ്രൈസ് നേടിക്കൊടുത്തത് പ്രകാശത്തിന്റെ പ്രകാശവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്. ഇനി കടലിന്റെ നീലനിറത്തിന്റെ കാരണം ആദ്യമായി വിശദീകരിച്ചത് ആരാണ്? CV രാമനാണ്. ആര് വിശദീകരിച്ചു? CV രാമൻ. ഇനി ശാസ്ത്രം എന്റെ മതമാണ്. ശാസ്ത്രം എന്റെ മതമാണ്. അന്ത്യം വരെ ഞാൻ അത് പിന്തുടരാൻ ഉദ്ദേശിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? CV രാമന്റെ വാക്കുകളാണ്. ഇനി അടുത്തത് സമുദ്രത്തിന്റെ അഗാധത അളക്കാൻ
ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. എക്കോ സൗണ്ടർ. സമുദ്രത്തിന്റെ അഗാധത അളക്കാൻ എക്കോ സൗണ്ടർ ഉപയോഗിക്കുന്നു. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? പ്രകാശത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിനെ നമ്മൾ ഒപ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണ്. അടുത്തത് ത്രിമാന ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഹോളോഗ്രഫി. ത്രിമാന ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഹോളോഗ്രഫിയാണ്. പിൻഹോൾ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്താണ്? അതില് ലെൻസ് ഉപയോഗിക്കില്ല. പിൻഹോൾ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ ചോദിച്ചാൽ ലെൻസ് ഇല്ല എന്ന് പറയണം. നമ്മുടെ കണ്ണിന് ഏറ്റവും സുഖമുള്ള നിറം ഏതാണ്? മഞ്ഞ. കണ്ണിന് ഏറ്റവും സുഖമുള്ള നിറം ഏതാ? മഞ്ഞയാണ്. മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിന്റെ കാരണമായ വസ്തു ഏതാണ്? ലൂസിഫറിൻ ആണ്. ലൂസിഫറിൻ. മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിന് കാരണമായ വസ്തു ലൂസിഫറിൻ. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ്. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. സൂര്യന്റെ പ്രകാശം എങ്ങനെയാ ഭൂമിയിൽ എത്തണേന്ന്? എങ്ങനെയായിട്ടാണ്? വികിരണങ്ങളായി. എങ്ങനെയാണ്? വികിരണങ്ങളായി. ട്ടോ. അടുത്തത് ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കാൻ നമ്മൾ എന്തുപയോഗിക്കുന്നു? ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കാൻ സോണാർ ഉപയോഗിക്കുന്നു. എന്താണ്? സോണാർ ഉപയോഗിക്കുന്നു. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.852 കിലോമീറ്റർ ആണ്. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മഴവില്ലിന്റെ പുറം വക്കിൽ ഏത് നിറമാണ്? പുറത്ത് ഏത് നിറമാണ്? റെഡ് ആണ്. മഴവില്ലിന്റെ പുറം വക്കിൽ കാണപ്പെടുന്ന നിറം ഏതാണ്? റെഡ് ആണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ഏത് ഭാഗത്തെ കുറിച്ചാ പഠിച്ചപ്പോ? ശബ്ദവും പ്രകാശവും എന്ന് പറയുന്ന ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ളതും അല്ലാതെ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ടീച്ചർ തന്നിട്ടുണ്ട്. അത് ചോദിച്ചിട്ടുള്ള ശബ്ദവും പ്രകാശവും മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മുഴുവൻ നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ.